ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡെയിലി വ്ളോഗൊന്നുമല്ല കേട്ടോ. ഇന്ന് എൻ്റെ ഇക്കാക്കാൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. ഗ്രൂം ട്യൂബിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാളെയാണ് കല്യാണം. അപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോസും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ താഴത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തണേ, എന്നാലാണ് സബ്സ്ക്രൈബേഴ്സ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. നല്ല ഭംഗിയിൽ അലങ്കരിച്ച് കേട്ടോ. വീടൊക്കെ ഒരു വന്നപ്പോൾ തന്നെ നല്ല വൈബായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. ഗ്രൂം ട്യൂബി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസും കളിയും ഒക്കെ ഒരുവിധം എല്ലാവരും തുടങ്ങിയിരിക്കണ്. പക്ഷേ ഞാൻ പാട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അപ്പോൾ പിന്നെ ഞാൻ പാട്ടൊന്നും ആഡ് ചെയ്യാൻ നിന്നിട്ടില്ല. നല്ല DJ പാട്ടൊക്കെ ഇട്ടിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ സ്വറ പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഗ്രൂം ട്യൂബിക്ക് എല്ലാവരോടും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷേ 2-3 ആളുകൾ ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരൊന്നും ബ്ലാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സഹകരണമുള്ള ആളുകളായ കാരണം ബ്ലാക്ക് ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ബ്ലാക്കിൻ്റെ പകരം വൈറ്റ് ഇട്ടിട്ടാണ് പോയതെന്ന്. അത് ഭൂലോക വിറ്റായി. എന്നിട്ട് എല്ലാവരും എന്നെ കളിയാക്കാനും നിന്നിരുന്നു കേട്ടോ. ടേബിൾമേൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബലൂണൊക്കെ ഫിറ്റ് ചെയ്ത് കേക്കും സെറ്റായി. കേക്കും വെത്തിയിരുന്ന് ഗ്രൂം ട്യൂബിൽ നിന്നുള്ള കേക്കൊക്കെ വെച്ച്. കാരണം ഞങ്ങളോട് ആദ്യമായിട്ടാണ് ഗ്രൂം ട്യൂബിയൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ. ഫോണിലൊക്കെ അങ്ങനെ ഒരുപാട് ആളുകളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളത് ആദ്യമായിട്ടാണ് ഞങ്ങളെ വീട്ടിലൊരു ഗ്രൂം ട്യൂബി. അപ്പോൾ അതിൻ്റേതായ സന്തോഷം എല്ലാവർക്കും, സന്തോഷം എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യത്തെ കല്യാണവുമാണ്. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യത്തെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ചെക്കൻ വന്നിക്കണ്. ചെക്കന് ഗ്രൂം ട്യൂബിയുടെ ആ പട്ടമൊക്കെ ഇട്ടിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അറേഞ്ച് ചെയ്യൽ ഇപ്പോഴും ഒന്നായിട്ടില്ല കേട്ടോ. കുറേ മക്കളുള്ള കാരണം മക്കൾ ഒന്നെടുക്കുമ്പോൾ ഒന്ന് വലിച്ചെറിയും, അങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്ത് എല്ലാവരും വിളിച്ച് കൂട്ടുകയാണ്. കാരണം ഒരാൾ വന്നാൽ ഒരാൾ വരില്ല, ഒരാൾ വന്നാൽ വേറെ ഒരാൾ വരില്ല. അങ്ങനെ എല്ലാവരും എല്ലാവരും വിളിക്കണമല്ലോ. ഒരാളെ വിളിച്ചില്ലെങ്കിൽ ആ ആൾക്ക് പരാതി ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും സെറ്റായി നിരനിരായിരുന്നിട്ട് ഇത്ര ആളുകളൊന്നും അല്ല കേട്ടോ. ഈ ക്യാമറയുടെ ഓപ്പോസിറ്റാണ് ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്നത്. മക്കളൊക്കെ കസാരയിൽ പിടിച്ചിരുത്തിക്കണ്, ഒരു അലമ്പാക്കും വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാവരോടും ചോദിച്ചിട്ട് കേക്ക് മുറിയൊക്കെ തുടങ്ങിയിട്ടാ. അങ്ങനെ അതാ കേക്ക് മുറിയൊക്കെ തുടങ്ങി. ഫസ്റ്റ് പീസ് 2 സൈഡിൽ 2 പെങ്ങന്മാരാണുള്ളത്. ഒരു സൈഡിൽ മൂത്തമ്മയുടെ മോളാണ്, മറ്റേ സൈഡിൽ ഒരു പെങ്ങളാണ്, ഇപ്പുറത്തെ സൈഡിലും അവൻ്റെ സ്വന്തം പെങ്ങളാണ്. അങ്ങനെ ഫസ്റ്റ് കേക്കൊക്കെ മുറിച്ച് ഒരു പെങ്ങൾക്ക് കൊടുത്ത്, പിന്നെ അടുത്ത പെങ്ങൾക്ക് കൊടുത്ത്, അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൈമാറിയിട്ടാണ് ഒരു രസം. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കൽ തുടങ്ങി. പിന്നെ ചെറിയൊരു കുട്ടീൻ്റെ ഓൾക്കും കൊടുത്ത്, പിന്നെ അടുത്തത് എനിക്കും തന്ന്, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത്. അതിൻ്റെ ഇടയിൽ മാലിക്ക് കിടന്നിട്ട് കിറുക്കളകണുണ്ട്. അപ്പോൾ ഓനേറ്റവും പിടിച്ച്, എന്തിനാന്ന് വെച്ചാൽ ഓനക്ക് ബലൂണ് കിട്ടണം. ബലൂണാണെങ്കിലും ഇപ്പം തന്നെ തരൂല, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ലാസ്റ്റ് ഓനക്ക് ബലൂണൊക്കെ കിട്ടും ചെയ്തിരുന്നു കേട്ടോ. കുട്ടികളല്ലേ, കുട്ടികൾക്കൊക്കെ. പിന്നെ അത് അളിയനാണ്, ഇപ്പോൾ ഓൻ്റെ അളിയനാണ് വന്നത്. ഓൻ്റെ മുഖത്തും കവിളത്തും ഒക്കെ തേച്ച് സ്വന്തം സൗണ്ട് രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പാട്ടുള്ള കാരണമാണ് ഞാൻ പിന്നെ സൗണ്ട് ഓഫാക്കി വെച്ചത്. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് വേറൊരാൾ കേക്കൊക്കെ പാർട്ടീഷൻ ചെയ്തിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഓനവിടെ കേക്ക് മുറിക്കൽ തുടങ്ങി. കേക്ക് മുറിക്കുമ്പോൾ അത് എല്ലായിടത്തേക്കും എത്തണ്ടേ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ ചെറിയ പീസ് കൊടുക്കുക, എല്ലാവർക്കും മുറിച്ചിട്ട് എല്ലാവരുടെ കയ്യിൽ ഓരോരോ പീസ് കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും എത്തിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി നാളെ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.